എപ്പോഴെങ്കിലും പ്ലാനുകൾ ക്യാൻസൽ ആവുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, ഒരു ആശ്വാസം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. അതിലെ 4 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നോക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഇന്ന് രാത്രി ഒരു പ്ലാനുണ്ടല്ലോ പുറത്തുപോകാൻ. അങ്ങനെ നിങ്ങൾ പോകാൻ തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ മടിച്ചു നിൽക്കുമ്പോഴോ ദേ വരുന്നു ഫ്രണ്ടിന്റെ മെസ്സേജ്, ഹേ ഒരു അത്യാവശ്യം വന്നു, എനിക്ക് വരാൻ പറ്റില്ല, നമുക്ക് ഈ പ്ലാൻ ക്യാൻസൽ ചെയ്യാമെന്ന്. ആ മെസ്സേജ് കാണുമ്പോ സത്യം പറയണം, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ഹോ, രക്ഷപ്പെട്ടു എന്നൊരു ആശ്വാസം അല്ലേ? പക്ഷെ ആ ആശ്വാസം അധികനേരം നീണ്ടു നിൽക്കില്ല. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു കുറ്റബോധവും തോന്നിത്തുടങ്ങും. അപ്പൊ തന്നെ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും, ഞാൻ എന്തൊരു മോശം ഫ്രണ്ടാണ്, ഇങ്ങനെ തോന്നാൻ പാടുണ്ടോ അല്ലേ? പക്ഷേ ഇതൊരു മിഥ്യാധാരണ മാത്രമാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നതെന്ന ചോദ്യത്തിന് പിന്നിൽ ചില സത്യങ്ങളുണ്ട്. നമ്മൾ സാധാരണയായി വിശ്വസിക്കുന്ന ഒരു മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മോശം അല്ലെങ്കിൽ ആന്റി സോഷ്യലായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷം തോന്നുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നോ? നിങ്ങളുടെ തലച്ചോറ് അതിന്റെ എനർജി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അനാവശ്യമായ ഒരു മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ നോക്കുകയാണ്. അത്രയേയുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു കുഴപ്പമാണെന്നോ കുറവാണെന്നോ ഒരിക്കലും കരുതരുത്. ഇത് ശരിക്കും നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, സ്വയം സംരക്ഷിക്കാനുള്ള ഒരു രീതി. അപ്പോൾ ശരിക്കും നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്താണ് നടക്കുന്നത്? ഈ ആശ്വാസത്തിന് പിന്നിൽ പ്രധാനമായും 3 സൈക്കോളജിക്കൽ സത്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാരണം, ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതിന്റെ പേരാണ് ഹൈ സോഷ്യൽ സെൻസിറ്റിവിറ്റി. എന്താണ് ഇത് എന്നല്ലേ? വളരെ സിമ്പിളാണ്. ചില ആളുകളുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ തലച്ചോറ് സാമൂഹികമായ സൂചനകൾ, അതായത് ആളുകളുടെ സംസാരം, മുഖഭാവങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് പ്രോസസ് ചെയ്യും. ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കും? നിങ്ങളുടെ സോഷ്യൽ ബാറ്ററി ഉണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് തീർന്നുപോകും. ഇങ്ങനെയുള്ളവർക്ക് വെറുതെയുള്ള സ്മോൾ ടോക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരു പാർട്ടി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ റീചാർജ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഒരു പ്ലാൻ ക്യാൻസൽ ആകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെങ്ങനെയാ കാണുന്നത്? വിലയേറിയ ഊർജം സംരക്ഷിക്കാനുള്ള ഒരു സുവർണാവസരമായിട്ട്. അതായത് നിങ്ങൾ ആന്റി സോഷ്യൽ അല്ല, മറിച്ച് എനർജി എഫിഷ്യന്റ് ആണ്. അത്രയുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സത്യം എന്താണെന്ന് നോക്കാം. ഇതിനെയാണ് ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി എന്ന് പറയുന്നത്. പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരു പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ, അവിടെ എന്തുണ്ടാകും, ഞാൻ എന്തു പറയും എന്നൊക്കെയുള്ള ചിന്തകൾ കാരണമുണ്ടാകുന്ന ഒരു തരം മാനസിക സമ്മർദ്ദം. നിങ്ങളുടെ മനസ്സിലൂടെ 100 കൂട്ടം ചോദ്യങ്ങൾ ഓടിമറിയും അല്ലേ? അവിടെ ചെന്നിട്ട് എന്തിനെക്കുറിച്ചാ സംസാരിക്കുക? സംസാരത്തിനിടയ്ക്ക് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു പോകുമോ? അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഈ ഓവർ തിങ്കിങ് തന്നെ ഒരു വലിയ ഭാരമാണ്. അപ്പോൾ ഒരു പ്ലാൻ ക്യാൻസൽ ആകുമ്പോൾ ആ വലിയ ഭാരമാണ് നിങ്ങളുടെ തലയിൽ നിന്ന് ഇറങ്ങിവെക്കുന്നത്. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതാണ് ലോ സോഷ്യൽ ഡിപെൻഡൻസി. ഇതിന്റെ അർത്ഥം, സന്തോഷിക്കാനും ജീവിതത്തിലൊരു സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകമുണ്ടാകും. അവിടെ സ്വന്തം ചിന്തകളുമായി തനിച്ചിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ക്യാൻസൽ ആവുന്നത് നിങ്ങൾക്കൊരു നഷ്ടമായി തോന്നില്ല. പകരം നിങ്ങൾക്കായി കുറച്ച് സമയം കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ടായിരിക്കും കാണുന്നത്. വെറുതെ എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ സ്വന്തമായി അർത്ഥവത്തായ കുറച്ച് സമയം ചെലവഴിക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ ലളിതമായൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിന് വിശ്രമം ആവശ്യമാണ്. ആ ആവശ്യത്തെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഇനി അടുത്ത തവണ ഒരു പ്ലാൻ ക്യാൻസലാവുമ്പോൾ ആശ്വാസം തോന്നിയാൽ ദയവായി കുറ്റബോധം വിചാരിക്കരുത്. നിങ്ങളുടെ മനസ്സ് ഒരു മോശം ഫ്രണ്ടായി മാറുന്നതല്ല, അതിന് അത്യാവശ്യമായ ഒരു കാര്യം, വിശ്രമം ആവശ്യപ്പെടുകയാണ്, അത്രമാത്രം. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതല്ല, എന്തുകൊണ്ടാണ് എനിക്ക് ആശ്വാസം തോന്നുന്നത് എന്നല്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്, ഇങ്ങനെ തിരിച്ചുകിട്ടിയ ഈ സമയം നിങ്ങളുടെ ആ സോഷ്യൽ ബാറ്ററി റീചാർജ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു?